ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യാൻ, നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, വിക്ർ ചൊല്ലുന്നത്, ഖുർആൻ ഓതുന്നത് എല്ലാം ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞ് പത്രാസ് കാണിക്കാൻ, ഗരിമ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. 10 പേര് കാണാൻ വേണ്ടി. സ്വഹാബത്ത് പറയുകയാണ്, കുന്നാന തദാക്കറു അൽ മസീഹ ദജ്ജാൽ, ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് തന്നെ ഉടനെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അശ്ശിറുകുൽ ഖഫിയു, രഹസ്യമായ ശിർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ വമശ്ശിറുകുൽ ഖഫിയു യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്താണ് നബിയേ രഹസ്യമായ ശിർക്ക്? നബിയേ പറയുമോ ഹബീബേ? എന്താണ് ഇത്? ഒന്ന് ശരിയാക്കണേ. തന്നെ പച്ചപ്പാടും വേണം. മറ്റവൻ പോയോ? എന്നെ ഏൽപ്പിച്ചിട്ടാ മുങ്ങിയെന്ന് തോന്നുന്നു. അശ്ശിറുകുൽ ഖഫിയു, രഹസ്യമായ ശിർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും ശ്രദ്ധിക്കണേ, രഹസ്യമായ ശിർക്കാണ് നിങ്ങളുടെ മേലെ ഏറ്റവും കൂടുതൽ ഞാൻ ഭയക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കും. ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഏറെ ഞാൻ ഭയക്കുന്നത് രഹസ്യമായ ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, അള്ളാഹുവിനോട് പങ്കു ചേർത്തുള്ള ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, ദജ്ജാലിന്റെ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്നയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഫറഗ്തും മിന തശഹുദിൽ അഖീരി, അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ ഫതഅവ്വദു മിൻ അർബഇൻ, 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കാവൽ തേടാറുണ്ടല്ലോ. തഹിയ്യാത്ത് ഏറ്റവും ലാസ്റ്റത്തെ തഹിയ്യാത്തിൽ എന്താ പറയാ? اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറയുന്നത് ഖബറിനെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിച്ചിരിക്കുന്നവരുടെയും മരണാസന്നമാകുന്ന വ്യക്തിയുടെയും അവസ്ഥയെ തൊട്ട് നീ, അതിന്റെ ഫിത്നകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ, അവസാന കാലഘട്ടത്തിലേക്ക് ഈ ഭൂമുഖത്തിൽ കടന്നു വരുന്നതായ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ഇത് പറയാതെ ഒരു മുസ്ലിം സലാം വിട്ടാറില്ല. എല്ലാവരും അവസാനത്തെ തഹിയ്യാത്തിൽ ഓതുന്നതായ ദുആ ആണ് അല്ലേ? നമ്മളൊക്കെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹി ദജ്ജാൽ. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ അമ്പിയാക്കളും അവരുടെ സമുദായത്തോട് ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയത് ഒരേ ഒരു ഫിത്നയെ പറ്റിയാണ്. അത് ദജ്ജാലിന്റെ ഫിത്നയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടാണ് എല്ലാ അംബിയാ മുർസലീങ്ങളും കാവൽ തേടിയിട്ടുള്ളത്. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ദജ്ജാലിന്റെ ഫിത്ന വലിയ വിഷയമാണ്, ഏറ്റവും വലിയ ഫിത്നയാണ്. അതുകൊണ്ടാണല്ലോ മുൻകഴിഞ്ഞു പോയ എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുക്കുക ദജ്ജാലിനെ കുറിച്ച്. ദജ്ജാൽ എപ്പോഴാണ് വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലേ വരുന്നത്. എന്നിട്ട് എല്ലാ അംബിയാ മുർസലീങ്ങളും അതത് സമുദായത്തിന് മുന്നറിയിപ്പ് കൊടുത്ത് എന്തുകൊണ്ടാ? അത്ര വലിയ ഫിത്നയാക്കുന്ന വ്യക്തിയാണ് ആര്? ദജ്ജാൽ.
ആ ദജ്ജാലിനെ കുറിച്ചാണ് സ്വഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ ഫിത്നയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ഫിത്നയാണ് ഭയപ്പെടുന്നത്. അതേതാ നബിയെ? അശ്ശിർകുൽ ഖഫിയു, രഹസ്യമായ ശിർക്കാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായല്ലോ, വലിയ വിഷയമാണല്ലോ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമശ്ശിർകുൽ ഖഫിയു യാ റസൂലല്ലാഹ്, ദജ്ജാലിനേക്കാൾ വലിയ ഫിത്നയായി എവിടെന്ന് പറയുന്നതായ ഈ രഹസ്യമായ ശിർക്ക് എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, ഒരു വ്യക്തി നമസ്കരിക്കുകയാണ്, മറ്റൊരാൾ ആ നമസ്കാരം കാണിക്കാൻ വേണ്ടി കൂടുതൽ നന്നാക്കി നമസ്കരിക്കുന്നുണ്ടോ, അത് വലിയ ഫിത്നയാണ്. ദജ്ജാൽ കടന്നു വരുന്നതിനേക്കാൾ വലിയ ഫിത്നയാണ്, അത് രഹസ്യമായ ശിർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും പ്രശ്നം അതാ. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടോ? എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും. നാട്ടുകാരോട് മുഴുവൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു നടക്കും. നമ്മൾ ഹജ്ജ് ചെയ്തു, ഹജ്ജിന്റെ അവിടെ അങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയായിരുന്നു, അതാരും ഇതായിരുന്നു, എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞു നടക്കും. ഉംറ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവെ, പിന്നെ പറയേണ്ടതില്ല. ഉംറയ്ക്ക് പോയ കഥ, ഇവിടുന്ന് പോയതും വരുന്നതും എല്ലാ കഥകൾ ഇങ്ങനെ വിശദീകരിക്കുക. എല്ലാ നന്മകളും കളയാണ്. മറ്റൊരാൾക്ക് പ്രചോദനം കൊടുക്കുകയാണെങ്കിലും ഓക്കെ, വേറൊരാളെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് അടുപ്പിക്കാൻ നിന്റെ ഈ വാക്കുകൊണ്ട് ഉപയോഗപ്രദമെങ്കിൽ അൽഹംദുലില്ലാ, റാഹത്താണ്. ഇതല്ല, പോയിട്ട് അവിടെയുള്ള കഥ മുഴുവൻ പറയാൻ, അവിടെ നടന്ന ചരിത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ അയവിറക്കിയിട്ട് ഇവർ ഒരുപാട് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി, ഗരിമ കാണിക്കാൻ വേണ്ടി പറയാൻ. ഞാൻ അങ്ങനെ തവാഫ് ചെയ്തു, ഇങ്ങനെ തവാഫ് ചെയ്തു, ഞാൻ കഅബയുടെ കില്ലെ പിടിച്ചു, അവിടെ മലന്ന് കടന്നു, ഇവിടെ അങ്ങനെ ആക്കി, ഇതാക്കി, ഖുർആൻ അങ്ങനെ ഓതി, ഇങ്ങനെ ഓതി എന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടും പാടും. ഇതാണ് ഇപ്പൊ ഇന്ന് അധികം നടക്കുന്നത്. കുറെ ഗരിമ പറയാം, എന്നിട്ട് പറയാം ഹജറുൽ അസ്വദ് ഞാൻ 3 വട്ടം മുത്തിയെന്ന്. ആ ഭാഗത്തോട്ട് പോലും പോയിട്ടില്ല. കൂമ്പിന് ഇടി കിട്ടിയിട്ട് അതിന് എണ്ണ വെച്ച് തടയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഹജറുൽ അസ്വദ് 10 വട്ടം മുത്തിയെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഹജറുൽ അസ്വദ് എന്ന് കരുതിയിട്ട് വേറെ ഏതോ മൂലയ്ക്കാ പോയി തടവിയത്. എന്നിട്ട് പറയുന്നത് ഹജറുൽ അസ്വദ് മുത്തിയെന്ന്. കാരണം അതിനകത്ത് ആരോഗ്യമുള്ളവൻ പോയിട്ട് പോലും പറ്റുന്നില്ല. ഇടി കിട്ടിയിട്ട് ആൾ തെറിച്ചു പോവാണ്. അടുത്തെത്തിയെന്ന് വരുമ്പോഴത്തേക്കും ഒറ്റ ഇടിയാണ്. പിന്നെ നോക്കുമ്പോൾ ഈ മക്കാം ഇബ്രാഹിമിന്റെ മോളിൽ കുത്തിയിരിക്കുന്നു. ഇടി കൊണ്ട് അങ്ങോട്ട് പോയി. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. വെറുതെ പറയാ, പെണ്ണുങ്ങൾ തന്നെ പറയാ, 4 പ്രാവശ്യം മുത്തി ഉസ്താദെ, ഇന്നലെ രാത്രി പോയിട്ട് 4 പ്രാവശ്യം മുത്താൻ കിട്ടിയത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, റാഹത്ത്. ഇനി അത് മാറ്റം വരുത്തണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി. നമുക്കറിയാമല്ലോ, രാവിലെ കഴിച്ച പുട്ടിന്റെ തള്ളൽ ഇപ്പോഴും തീർന്നിട്ടില്ല. അവർ തള്ളിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഫുള്ള് 4 വട്ടം മുത്തി എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, ഏറ്റു, ഓക്കെ, അൽഹംദുലില്ലാ, അല്ലാഹു നമ്മളൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യാത്തത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ അല്ലേ ചെയ്തത് ഉള്ളതുകൂടി ഇല്ലാതാക്കാൻ. അങ്ങനെ ഓതി ഇങ്ങനെ ഓതി ഇങ്ങനെ പറയാ. ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അറിയിക്കുക. ചില ആളുകൾ വിളിക്കലുണ്ട്, ഉസ്താദ് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് നൈസായിട്ട് നമ്മുടെ അടുത്തോണ്ട് തള്ളുകയാണ്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാന്ന് അറിയിക്കുകയാണ്, മുസ്ലിയാരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത്. ഞാനിങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് 1,00,000 ചെല്ലുവരും. അപ്പൊ ആ ചെല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഉറാത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ അത് കണ്ടു. അതിന്റെ അർത്ഥം എന്താ? 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തിയാണെന്നുള്ളത് അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ മനുഷ്യൻ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യുന്നത് എത്തിക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്ത അമലുകളെ പൊളിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് ഏറ്റവും വലിയ ഫിത്നയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ നാശാണത്. ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ വലിയ ഫിത്നയാണത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, വലാ യദ്കുറൂനല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുന്നില്ല, അല്ലാഹുവിനെ സ്മരിക്കുന്നില്ല, ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്. അല്ലാഹുവിനെ ഓർക്കുന്നത് വളരെ കുറഞ്ഞ സമയം. കണ്ടില്ലേ, മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെ ചെറുപ്പക്കാരുടെ നിസ്കാരത്തെ ശ്രദ്ധിച്ചു നോക്ക്. ഉമ്മ നിസ്കരിക്കാൻ മോളോട് പറയാം, നിസ്കാരം നിസ്കരിക്കുന്നു പറഞ്ഞു. ഉമ്മ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ അവൾ അവിടെ തന്നെ കിടക്കുകയാണ്. നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞു, റാഹത്ത്. സംഭവം എന്താ? മുസല്ല വിരിച്ചിട്ട് വേഗം തലകുത്തി മറിയാണ്. 2 അടി. സുജൂദ് റുക്കൂ ഏറ്റത് എല്ലാം കഴിഞ്ഞു. സെക്കൻഡിനുള്ളിൽ സെക്കൻഡ്. ഈ നിസ്കാരാണെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടമാകുമ്പോൾ മുനാഫിക്കീങ്ങളായ ആളുകളുടെ ശൈലി ഇതാണ്. യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞ വാക്യം ഇതാണ്. കാക്ക രക്തം കൊത്തുന്നത് പോലെ തലകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി 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 നിസ്കരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലെ അനക്കമടങ്ങുക, തുമഇനീനത്ത് എന്ന് പറയുന്നത് ഫർളാണ്. എല്ലാത്തിലും ഉണ്ടത്. റുക്കൂ ചെയ്യാൻ വേണ്ടി നിന്നു, റുക്കോയിലേക്ക് വന്ന് നടുവും തലയൊക്കെ കറക്റ്റ് സമമാക്കി വെച്ച് അനക്കമടങ്ങിയതിന് ശേഷം വേണം എന്ത് ചെല്ലാൻ? സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി 3 വട്ടം പറയാൻ. ഇതങ്ങനെയൊന്നുമല്ല. അനക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ സുബ്ഹാന റബ്ബി, അങ്ങോട്ട് പോയപ്പോൾ തന്നെ ചൊല്ലി കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. അങ്ങോട്ട് പോയപ്പോഴെല്ലാം കഴിഞ്ഞു. സുബ്ഹാന റബ്ബിയൽ അദീം അല്ലാഹു അല്ലാഹു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യമായിട്ട് അതിന്റെ പള്ളിക്കകത്തോട്ട് വന്നേക്ക്. എന്തിനാ പള്ളി വരുന്നത്? ഇത് വീട്ടിൽ ഇരുന്ന് കാണിച്ചാൽ മതിയായിരുന്നു. 1 2 3 4 5 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. തലകുത്തി മറിഞ്ഞു. അതാ ഹദീസ് നബി തങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ. കാക്ക രക്തം കുത്തുന്നത് പോലെ, വെറുതെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ രക്തം കുത്തിയെടുക്കുന്ന പോലെ, ചുണ്ടു വെച്ച് ഇങ്ങനെ കുത്തുന്ന പോലെ സുജൂദ് ചെയ്യാർ. എനിക്ക് ഇതന്നെ പരിപാടി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി വര്യൻ ളുഹർ നമസ്കരിച്ചിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. നബിയോട് സലാം പറയുകയാണ്. ഫറദ്ദ സലാമ. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. മടങ്ങണം മോനെ, നിസ്കരിക്കണം മോനെ, നിസ്കാരത്തെ മടക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഇന്നക ലം തുസല്ലി, കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നും ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു. കാരണം സ്വഹാബത്ത് എല്ലാരും കണ്ടതാണ്, നബിയും കണ്ടതാണ്. അയാൾ നേരെ ഒന്നുകൊടുത്ത് നിസ്കരിക്കുന്നത് കണ്ടതാണ്. നിസ്കരിച്ചിട്ടാ വന്ന് സലാം പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല, മടങ്ങ് പോയി നിസ്കരിക്കുക. നാലോചിച്ചു. അപ്പൊ അയാൾ ഒന്നും വേണ്ടിയില്ല, വേഗം പോയി ഒന്നുകൊടുത്തു, വീണ്ടും പോയി നിസ്കരിക്കാം. സ്വഹാബത്തിന്റെ ആ ആത്മീയത നോക്കണം. ഒരു വാക്കുപോലും അദബ് വെച്ചിട്ട് ഒരു മോശമായ വാക്കുപോലും പറയുന്നില്ല, ഒരക്ഷരം ചോദിക്കുക പോലും ചെയ്യുന്നില്ല. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് പറയാ, ഉദാഹരണം സാബ് പറയാ, കരിച്ചില്ലേ ഇപ്പൊ കണ്ടില്ലേ, അത് മതി, അതെനിക്കറിയാം കേട്ടോ. ശരി, അടുത്ത വക്കത്തിനാണ്. അസ്സലാമു അലൈക്കും. ഇനി അവിടെ കരിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഒരു വിധത്തിലെ കരിച്ചത്. രണ്ടാമത് കരിക്കാൻ പറഞ്ഞാൽ തീർന്ന്. എന്താ നിസ്കാരത്തിന് സൈനക്കാരെല്ലാം കരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് ഇറക്കണ്ട, കോഴ്സ് ഇറക്കലെന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടും ബഹളം. എന്നാൽ അത് മതി, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മുടെ മഹല്ലത്തിൽ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വമാണ്. നബി പറഞ്ഞു, മോനെ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുന്നു. നിസ്കരിച്ച വ്യക്തിയോടാ പറയുന്നത്. അപ്പൊ ഇയാൾ വീണ്ടും പോയി മടക്കി നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് രണ്ടാമതും വന്നു. നബി തങ്ങൾ പറഞ്ഞു, സലാം പറഞ്ഞപ്പോ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. ഹദീസാണ്. മോനെ മടങ്ങ്, നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുക. അദ്ദേഹം പോയി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും നബി തങ്ങളുടെ അടുക്കൽ സലാം പറയുകയാണ്. നബി പറയുകയാണ്, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നിസ്കരിക്കുക മോനെ, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്നാമത്തെ വട്ടവും പോവുകയാണ്. വീണ്ടും നബി തങ്ങളുടെ അടുക്കൽ വന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞു വരുന്ന വ്യക്തിയോട് പറയുകയാണ്, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. 3 വട്ടം നമസ്കരിച്ച വ്യക്തിയാണ്. ആ മനുഷ്യൻ അതോടുകൂടി നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, തങ്ങളെ കണ്ടതിനേക്കാൾ മെച്ചമായി ഇനി നിസ്കരിക്കാൻ എനിക്ക് അറിയില്ല ഹബീബേ, മാ ഉഹ്സിനു ഗൈറ ഹാദാ. തങ്ങളെ കണ്ടതിനേക്കാൾ വൃത്തിയായിട്ട് ഇനി നിസ്കരിക്കാൻ എനിക്ക് അറിയില്ല. നിസ്കരിക്കാണ് മാക്സിമം ഇപ്പൊ പോയ നിസ്കാരാണ്, ഇതിനപ്പുറത്തേക്ക് നല്ല രീതി എനിക്കറിയില്ല. എന്താ പ്രശ്നം എന്ന അർത്ഥത്തിൽ ചോദിക്കാം. എന്താന്ന് അപ്പോഴും ചോദിക്കുന്നില്ല, പറയുന്നത് എന്താ പറയുന്നത്, മാന്യമായൊരു മറുപടി, മാ ഉഹ്സിനു ഗൈറ ഹാദാ, ഇതിനേക്കാൾ നല്ലതുപോലെ എനിക്ക് അറിയില്ല നബി എന്ന് പറഞ്ഞു.
അപ്പൊ നബി തങ്ങൾ പ്രശ്നം പറഞ്ഞു കൊടുക്കാം. കേട്ടോ ശരിക്കും ശ്രദ്ധിച്ചോ. ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരം തീരുമാനമായെന്ന് മനസ്സിലാവും. ഇനി മുതൽ തുടങ്ങാം, നാളെ സുബഹി മുതൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതായിപ്പോ പറയാൻ പോകും. കേൾക്കണോ വേണമെന്ന് ശരിക്കും ആലോചിച്ചോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിസ്കരിക്കാൻ നീ ഉദ്ദേശിച്ചാൽ ഒതുവെടുത്തുകൊണ്ട് ഖിബിലക്ക് അഭിമുഖമായി നിൽക്കണേ. എന്നിട്ട് നീ നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്റത്ത് പാരായണം ചെയ്തതിനു ശേഷം ഫഖറ മാ തയസ്സറ മിനൽ ഖുർആൻ, ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം നിനക്കറിയാവുന്നതായ എളുപ്പമുള്ള സൂക്തങ്ങൾ നീ പാരായണം ചെയ്യണേ. നിനക്ക് പറ്റുന്നത്ര ഖുർആൻ നീ പാരായണം ചെയ്യണേ. ثم ركع حتى تطمئن راكعا, പിന്നെ നീ റുക്കൂഅ് ചെയ്യണേ. ആ റുക്കൂയിൽ നീ അനക്കമടങ്ങി നിൽക്കണേ. എന്നിട്ട് നീ പറയണേ സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി എന്ന് ചൊല്ലണേ. അനക്കമടങ്ങിയതിന് ശേഷമാണ് നീ 3 പ്രാവശ്യം അത് ചൊല്ലേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും മനസ്സിലാക്കണം. പിന്നെ ഇഅ്തിദാലിലേക്ക് വരണേ. സുമ്മഅ്തദിൽ, പിന്നെ നീ ഇഅ്തിദാലിലേക്ക് വരണേ. എന്നിട്ട് നീ പരിപൂർണമായി അനക്കമടങ്ങണേ. മുത്മഇന്നായി തുമഇനീനത്ത് വന്നതിന് ശേഷം നീ ചൊല്ലണം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽഅർളി വമിൽ അമാശത മിൻ ഷൈഇൻ ബഅദു. അനക്കമടങ്ങിയതിന് ശേഷമാണ് നീ ചൊല്ലേണ്ടത് സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യണേ. ഹത്താ തത്മഇന്ന സാജിദാ, ആ സുജൂദിൽ നീ അനക്കമടങ്ങണേ. എന്നിട്ട് നീ ചൊല്ലണേ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് 3 വട്ടം ആവർത്തിക്കണേ. സുമ്മജ്ലിസ്, പിന്നെ നീ ഇരിക്കണേ. ഹത്താ തത്മഇന്ന ജാലിസാ, ആ ഇടയിലുള്ള ഇരുത്തത്തിൽ നീ പരിപൂർണമായി അനക്കമടങ്ങണേ. എന്നിട്ട് നീ ചൊല്ലണേ. 7 വലിയ പ്രാർത്ഥനയാണ് ഇടയിലുള്ള ഇരുത്തത്തിനുള്ളത്. അർത്ഥമറിഞ്ഞുകൊണ്ട് നീ ചൊല്ലണേ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ഇടയിലുള്ള ഇരുത്തത്തിൽ എത്ര വലിയ ദുആ ആലോചിച്ചു നോക്ക്. നമ്മളിൽ ആരാ സഹോദരങ്ങൾ ഇതേപോലെ ചെയ്തിട്ടുള്ളത്? ഇടയിലുള്ള ഇരുത്തം എങ്ങനെ ഇരിക്കുക? ഇത് തന്നെ പരിപാടി. തിത്തിത്താര തിത്തിത്തൈ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, തലകുത്തി മറിയല് അബ്ബിഗ്ഫിർലി എന്ന് കേട്ട അത് തന്നെ ബാക്കി അറിയാമല്ല. ഇപ്പോഴാണ് ഈ ദുആ ഫുള്ളായിട്ട് കേൾക്കുന്നത് തന്നെ പതിയ ആൾക്കാർ. ഇത്ര ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കല്ലോ. ഏതാ ദുആ? റബ്ബിഗ്ഫിർലി, അല്ലാഹു എനിക്ക് നീ പുറത്തു നൽകണേ. അല്ലാഹ് വർഹംനി, എന്റെ പാപങ്ങൾ എനിക്ക് നീ കരുണ ചൊരിയണേ. അല്ലാഹ് എന്റെ പാപങ്ങൾ വല്ലാതെ കൂടുതലാണ്, ആ പാപങ്ങൾ അഖിലവും നീ പൊറുക്കുകയും എനിക്ക് നീ കരുണ ചൊരിയുകയും ചെയ്യണേ. അല്ലാഹ് വജ്ബുർനി, എന്റെ കാര്യങ്ങൾ നീ പരിഹരിക്കണേ നാഥാ. വർഫഅനി, എനിക്ക് നീ പദവി ഉയർത്തി തരണേ. അല്ലാഹ് വർസുഖ്, എനിക്ക് നീ വിഭവങ്ങൾ നൽകണേ. അല്ലാഹ് വീട് വേണ്ടവർ, വാഹനം വേണ്ടവർ, നല്ല രീതിയിലുള്ള ജീവിത മാർഗങ്ങൾ എല്ലാം അല്ലാഹുവേ എനിക്ക് നീ അടുപ്പിച്ച് നൽകണേ. അല്ലാഹ് വഹ്ദിനി, എനിക്ക് നീ സന്മാർഗം നൽകണേ. അല്ലാഹ് ഞാൻ രാവിലെ ഖുനൂത്തിൽ 2 കൈകളും ഉയർത്തിയിട്ട് ഇഅ്തിദാലിൽ ചോദിക്കലും അത് തന്നെയാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത, നീ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്ക് നീ സന്മാർഗം നൽകണേ. അല്ലാഹ് 5 വഖ്ത് നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിലൂടെ മുടങ്ങാതെ നിന്നോട് തേടുന്നതും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ. അല്ലാഹ് 17 റക്അത്താണ്. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. 17 റക്അത്ത് ഫർളിലൂടെ എല്ലാ ദിവസവും ഞാൻ അറിയാതെ തന്നെ നിന്നോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ. അല്ലാഹ് ഞാനിതാ ഈ ഇടയിലുള്ള ഇരുത്തത്തിൽ നിന്നോട് ചോദിക്കുന്നു വഹ്ദിനി, എനിക്ക് സന്മാർഗം നീ നൽകണേ. അല്ലാഹ് തീർന്നില്ല. വഅഫിനി,
എന്റെ ശരീരത്തിന് നീ സുഖവും സൗഖ്യവും നൽകണേ അല്ലാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലാ, ശാരീരികമാകുന്ന അസ്വസ്ഥതകളുണ്ട് അല്ലാ, പ്രയാസപ്പെടുകയാണ് റബ്ബേ, പലവിധമാകുന്ന പ്രയാസങ്ങൾ എനിക്കുണ്ട് അല്ലാ, മാരകമാകുന്ന രോഗങ്ങൾ പേറിയവനാണ്, ബുദ്ധിമുട്ടുള്ളവളാ. ഞാനിതാ നമസ്കാരത്തിലൂടെ നിന്നോട് ചോദിക്കുന്നത് എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണേ അല്ലാ. വഅഫിനി. 7 വലിയ ദുആ ആണ് എവിടെയുള്ളത്? ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. നമ്മുടെ നിസ്കാരം ഇപ്പൊ ഏത് കോലത്തിലായി ചിന്തിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ വെറുതെ ആർക്കോ വേണ്ടി നമസ്കരിക്കാൻ, എന്തായാലും പള്ളിയിൽ പോകുന്നു, എന്തായാലും ഒതു കൊടുക്കുന്നു, എന്തായാലും സമയം കളയുന്നു ഇതിനു വേണ്ടി. സഹോദരങ്ങളൊന്ന് വൃത്തിയായി ചെയ്താൽ തീർച്ചയായും വലിയ റാഹത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പല കാര്യങ്ങളും ഇന്ന് നടക്കാത്തത്, റബ്ബ് നമ്മുടെ ദുആകളെ കബൂലാക്കാത്തത്, അള്ളാഹുവിനെ സമർപ്പിക്കേണ്ട നമസ്കാരത്തെ പരിപൂർണമായി തൃണവൽഗണിച്ചുകൊണ്ട് മടിയും അലസതയും വെച്ച് നിസ്കരിക്കുന്നു. ഒന്നാമതായി താല്പര്യമില്ലാതെ നിസ്കരിക്കുന്നു. ആരുടെയൊക്കെ താല്പര്യത്തിന്റെ പേരിൽ വന്ന് നിസ്കരിക്കുന്നു. ആപ്പ നിർബന്ധിച്ചതിന് പേരിൽ മകൻ നിസ്കരിക്കാൻ, ഉമ്മ നിർബന്ധിച്ചതിന് പേരിൽ മകൾ നിസ്കരിക്കാൻ. ഈ നിസ്കാരത്തിനൊരു ഹലാവത്ത്, മാധുര്യമുണ്ട്. ഇന്ന് വരെ നമുക്കത് നുണയാൻ സാധിച്ചിട്ടില്ല. വയസ്സ് 30, 40, 50, 60, 70 എത്തി, മരണത്തോടടുത്തിരിക്കാൻ. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഇന്ന് വരെ നിസ്കാരത്തിന്റെ ഒരു ഹലാവത്ത്, മാധുര്യം നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ കാരണം? ഇങ്ങനെ തലകുത്തി മറിഞ്ഞാൽ എങ്ങനെ കിട്ടും സഹോദരൻ? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറയുകയാണ്, ثم جلس حتى تطمئن جالسا. ഇരിക്കുന്ന സമയത്തും നീ അനക്കമടങ്ങിയിരിക്കണേ. അനക്കമടങ്ങിയിരുന്നതിന് ശേഷം വേണം നീ ചെല്ലേണ്ടത് 7 വലിയ പ്രാർത്ഥന നീ നടത്തേണ്ടത്. റബ്ബി ഗഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. അനക്കമടങ്ങിയിരുന്നതിന് ശേഷം ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഈ രീതിയിൽ നമസ്കാരത്തിന്റെ ഓരോ ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനക്കമടങ്ങുന്നതിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. അവസാനം മാഷാ അല്ലാഹ് ഈ സ്വഹാബി വര്യൻ അതേപോലെ നമസ്കരിച്ചു. നബി തങ്ങൾ അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സലാം പറഞ്ഞു. സലാം മടക്കി നബി തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹ്, സൂപ്പറായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ദാക സ്വലാത്തുൽ മുനാഫിഖ്. നീ നേരത്തെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, 3-4 വട്ടം തലകുത്തി മറിഞ്ഞില്ലേ, അതാണ് മുനാഫിക്കിന്റെ നമസ്കാരം. യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ. കാക്ക രക്തം കുത്തുന്നത് പോലെയായിരുന്നു നിന്റെ നിസ്കാരം. എങ്ങനെ തലകുത്തി മറിയ? ആ നിസ്കാരം എന്തില്ല, ഫായിദയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്, സ്മരിക്കുന്നത്. ദുനിയാവും ആഖിറവും നിനക്ക് രക്ഷയില്ല. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് എല്ലാം സലാമത്താക്കി കൊണ്ടുക. അതുകൊണ്ടൊന്നും ഒരു ഫായിദയില്ല സഹോദരങ്ങളെ. ദുനിയാവും പോവും, ആഖിറവും പോവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന അങ്ങനെയാണ്. ഉമ്മമാരും ശ്രദ്ധിച്ചോ, സഹോദരിമാരും ശ്രദ്ധിച്ചോ, സഹോദരങ്ങളും ശ്രദ്ധിച്ചോ. റമദാൻ വരികയാണ്. നമ്മൾ ആകെ കൂടി കൂടുതലായി നമസ്കാരം, തസ്ബീഹ് നിസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചെടുക്കുന്നു. നമസ്കാരങ്ങളൊക്കെ കൂടുതലായി ചെയ്യുന്നത് എപ്പോഴാണ്? റമദാനിലാണ്. അത് വലിയ പ്രതിഫലമാണ്. ഒരു സുന്നത്ത് അനുസരിച്ചാൽ ഒരു ഫർദിന്റെ പ്രതിഫലം. ഒരു ഫർദ് ചെയ്താലോ 70 ഫർദ്, അല്ലെങ്കിൽ 700, 7000, 7 ലക്ഷം, 7 കോടി നിന്റെ നിയ്യത്തിന്റെ വർണ്ണവലിപ്പം അനുസരിച്ച് അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല റാഹത്തായിട്ട് നിസ്കരിക്കണം. വെറുതെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹുമായി ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കൽ എപ്പോഴാണ്? സുജൂദിൽ കടക്കുമ്പോഴാണ്. നമ്മളിൽ എത്ര പേര് സുജൂദിൽ കൂടുതൽ കടന്നിട്ടുണ്ട്? ഒന്ന് ആലോചിച്ചു. സുജൂദിൽ ഒരു 10 മിനിറ്റ് കടക്കാൻ ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഫർദ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ നടക്കൂല, കാരണം ഖതീബിനൊപ്പം നമ്മൾ കൂടെ പോണം. 3 ഫർളുകളെ തൊട്ട് പിന്താൻ പാടില്ല എന്നാണ്. എന്താണ് 3 ഫർളുകളെ തൊട്ട് പിന്താൻ പാടില്ല? ഉദാഹരണത്തിന് നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വന്നു കൈകെട്ടി, വൈകിയാണ് കൈകെട്ടിയതെങ്കിൽ നമ്മൾ പ്രശ്നമില്ല, മസ്ബൂക്ക് എന്ന് അതിന് പറയാം. മഅ്മൂം എന്ന് പറയുമ്പോൾ പിന്തുടർന്നവർ, നേരത്തെ തുടർന്നവനാണ് എന്ത്? മഅ്മൂം. മറ്റേത് മസ്ബൂക്കാണ്, പിന്തി തുടർന്നവനാണ്. ഇമാം ഫാത്തിഹ ഓതി സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓടി വന്ന് കൈകെട്ടിയത്.
ഒന്ന് റാഹത്തായിട്ട് കൈകെട്ടി നിയത്ത് വെച്ച് കൈകെട്ടി നമ്മൾ ഫാത്തിഹ ഓതാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇമാം എന്ത് ചെയ്യും? റുക്കോയിലേക്ക് പോയി. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതണോ? വേണ്ട. നമ്മൾ ഇമാമിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ മതി? റുക്കോയ് ചെയ്താൽ മതി. നമ്മുടെ ഫാത്തിഹ ആരോധിയതായിട്ട് ഗണിക്കപ്പെടും, ഇമാമിന്റെ ഫാത്തിഹ നമ്മളിലായിട്ട് ഗണിക്കപ്പെടും. നേരെ മറിച്ച് നമ്മൾ കുറച്ച് വൈകിയ വന്നത് അല്ല, കുറച്ച് നേരത്തെ വന്നതാണ്. ഇവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി വള്ളിയിലെ റാഹത്ത് തൂണൊക്കെ നോക്കി അങ്ങനെ അവസാനം കൊണ്ട് ഇമാം റുക്കോയി പോകുമ്പോൾ അല്ലാ ഫാത്തിഹ ഓതിയിട്ടില്ല. അപ്പൊ വേഗം ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതാതെ നിസ്കാരം ശരിയാവൂല. ഷാഫി മദ്ഹബിൽ ലാ സലാത്ത ലിമൻ ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന ഫാത്തിഹ സൂറത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഇമാം മഅ്മൂമായിട്ട് നിസ്കരിക്കുക. മഅ്മൂം പിന്തുടർന്ന് നിസ്കരിക്കുന്നവൻ എന്ത് ഓതണം? ഫാത്തിഹ ഓതണം. അല്ലാതെ അല്ല ഓത്ത് റാഹത്ത് എന്ന് പറഞ്ഞിരുന്നാ പോരാ. ആദ്യം ഫാത്തിഹ ഓതിയില്ല ഇക്കാരം ഹലാമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടെ ശ്രദ്ധിക്കാനായി പോയി പറഞ്ഞത്. നിസ്കാരം പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഇതിപ്പോ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഇപ്പൊ ഒന്നും അറിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. റമളാനിൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ പോലും എന്ത് വേണം? സുന്നത്ത് നിസ്കാരത്തിൽ പോലും ഇമാം മഅ്മൂമായിട്ട് നിസ്കരിച്ചാൽ എന്ത് വേണം? മഅ്മൂം എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. മനസ്സിലാകുന്നുണ്ട്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിർബന്ധമാണത്. എല്ലാ റക്അത്തിലും ഓതണം. ഫാത്തിഹ സൂറത്ത് ഓതാതെ പറ്റൂല. മറ്റേത് പിന്നെ സുന്നത്തുകളുള്ളൂ. നിനക്ക് ഓതാൻ സാധിച്ചില്ല എങ്കിൽ യാ അല്ലാഹ് മഅസ്സലാമ റാഹത്താകട്ടെ. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെറിയ സൂറത്തെങ്കിലും ഓത്. പറ്റുന്നില്ല വേഗം തന്നെ ഇമാമു പോയി യാ അല്ലാഹ് പോവാ. അപ്പൊ നീ ഫാത്തിഹ സൂറത്ത് ഓതണം. നീ തുടക്കത്തിലേ വന്ന് കൈകെട്ടിയവനാണ്. ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞു, ഇമാം റുക്കുയിലേക്ക് പോയി. അപ്പോഴാണ് നീ ഓർത്ത് നീ ഫാത്തിഹ ഓതിയില്ല. നീ വേഗം ഫാത്തിഹ ഓതണം. തുടക്കത്തിലേ വന്നവനാണ്, പിന്തുടർന്നവനല്ല. പിന്തുടർന്നവനാണ്, എന്തല്ല പിന്തുടർന്നവനല്ല, നേരത്തെ ഉള്ളവനാണ്. അപ്പൊ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതുന്ന സമയത്ത് ഇമാം റുക്കോയിൽ പോയി. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു. ഇമാം സുജൂദിലേക്ക് പോകുമ്പോൾ അപ്പൊ മൂന്നാമത്തെ ഫർളായി. ആ മൂന്നാമത്തെ ഫർളിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ വേഗം ചെയ്യണം. ആ സുജൂദിൽ നിന്ന് ഇമാമ് ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫാത്തിഹ ഓതി നമ്മൾ റുക്കോയിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ ഇമാമിനോടുള്ള തുടർച്ച പോകും. 3 ഫർളുകളെ തൊട്ട് പിന്താൻ പാടില്ല എന്നാണ്. ശരിക്കും മനസ്സിലാക്കണം. മസലയാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടാവും. സംഭവം മനസ്സിലായോ? ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാം റുക്കോയ് ചെയ്തു. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു. സുജൂദിലെത്തി. ഇപ്പൊ എത്ര ഫർളായി? റുക്കോയ്, ഇഅ്തിദാൽ, സുജൂദായി. ഈ സുജൂദിൽ നിന്ന് അടുത്ത ഫർളാകുന്ന ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും എത്തണം, റുക്കോയിലേക്ക് എത്തണം. അപ്പൊ ഇമാം ഇടയിലെ ഇരുത്തത്തിലായി. ഇമാം അടുത്ത സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് വരണം? സമിഅല്ലാഹു ലിമൻ ഹമിദ വരണം. അതായത് 3 സുജൂദിനെ തൊട്ട് പിന്താൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഒരൊറ്റ 3 സുജൂദല്ല, 3 ഫർളിനെ തൊട്ട് പിന്താൻ പാടില്ല. ഒരൊറ്റ ഫർളിനെ തൊട്ട് മുന്താനും പാടില്ല. അത് ശ്രദ്ധിക്കണം. ചില ആളുകൾ ഇമാമ് അല്ലാഹു അക്ബർ സുജൂദ് പറയുമ്പോ തന്നെ ഇവൻ സുജൂദിലെത്തി നേരത്തെ തന്നെ. മുസ്ലിയാരെന്ന് പറഞ്ഞു ഇവൻ വേറെ അവിടെ എത്തി കിടക്കുക, വേഗം വരാൻ. അത് പാടില്ല. അത് നിസ്കാരം ബാത്തിലാക്കുന്ന വിഷയമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നതാ. ഇമാം അല്ലാഹ് എന്ന് പറയുമ്പോ ഉള്ളു, ബാക്കി ഇവനെ എത്തി അക്ബർ പറഞ്ഞിട്ട് താഴെ കിടക്കുക, താഴെ എത്തി. അതുപോലെ ഇമാമ് എഴുന്നേറ്റ് വരുമ്പോഴും അല്ലാഹ് എന്ന് പറയുമ്പോ തന്നെ ഇവൻ എഴുന്നേറ്റിട്ടുണ്ട്. വന്നില്ലേ മുസ്ലിയാരി വരെ വന്നില്ല. മുസ്ലിയാരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇവന് നേരത്തെ ഇവിടെ എഴുന്നേൽപ്പിച്ച് വന്നിട്ട്. നിന്റെ നിസ്കാരം ബാത്തിലാകാൻ അത് മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു ഫർദിനെ തൊട്ട് മുന്താൻ പാടില്ല. നീ ഫർദിനെ തൊട്ട് മുന്താണ്. ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോൾ അതിന് മുമ്പ് നീ ഇങ്ങ് വന്നു വരാൻ പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ കറക്റ്റ് രീതി? എങ്ങനെയാ? ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് എത്തുമ്പോ നമ്മൾ പതുക്കെ സുജൂദിൽ അങ്ങ് എത്തി ഇമാം അനക്കമടങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സുജൂദിലേക്ക് അങ്ങനെ പോകണം. ഏത് ഫർദിലേക്ക് ഇമാം പോകുന്നു? ഇപ്പൊ ഉദാഹരണത്തിന് റുക്കോയിലേക്ക് പോകാൻ അല്ലാഹു അക്ബർ, റുക്കോയിൽ ഇമാം എത്തി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് പോകണം. അല്ലാഹു അക്ബർ. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് കറക്റ്റ് അനക്കമടങ്ങി നിന്നു എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? സമിഅല്ലാഹു ലിമൻ ഹമിദ. എല്ലാം കഴിഞ്ഞോട്ട് ഇമാമിന്റെ അക്ബർ എന്നുള്ള ഒച്ച കഴിഞ്ഞതിന് ശേഷം നീ തുടങ്ങിയാൽ മതി. അപ്പൊ കറക്റ്റ് ആവും. മറ്റേത് അല്ലാഹ് ഇവിടെ കേൾക്കുമ്പോ തന്നെ നീ ചാടി പോവാ. അപ്പൊ ഇമാമിനേക്കാൾ മുൻകടക്കാണ്. വളരെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെതാകുന്ന ഇഖ്തിദാ തുടർച്ചയെ സഹിയായില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ആ തുടർച്ച ബാത്തിലാണ്. പിന്നെ ആ കൂലി ലഭിക്കൂല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് ഇന്ന് അധികവും നടക്കുന്നത്. റുക്കൂയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പല ആളുകളും കൈ ഉയർത്താതെ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എഴുന്നേറ്റ് ഇങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ കൈ ഉയർത്തി താക്കും. അത് തെറ്റാണ്. പറഞ്ഞ മനസ്സിലായി? എങ്ങനെ ചെയ്യും ചിലര്?
എഴുന്നേൽക്കുമ്പോൾ തന്നെ റുക്കൂയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ അപ്പോൾ തന്നെ കൈ താഴ്ത്തിയിട്ടോണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് നിന്നതിന് ശേഷം പിന്നെ ഒന്ന് കൈയൊന്ന് ആക്ഷൻ ഒന്ന് കാണിച്ചു. എന്തായാലും ചെയ്തേക്കാം, ഷാഫി മദ്ഹബല്ലേ, നാം പിന്നെ അത് തെറ്റാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? റുക്കൂയിൽ നിന്ന് വരുമ്പോഴേ തന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ അപ്പോഴേ തന്നെ കൈ ഉയർത്തി വരണം. ആ റുക്കൂയിൽ നിന്ന് വരുമ്പോഴേ കൈ പൊക്കി ഇങ്ങനെ വന്ന് കൈ പൊക്കി താഴ്ത്തി വരണം. അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കാരത്തിൽ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എന്തെയോ കാട്ടിക്കൂട്ടി നിസ്കാരമാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഇത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ പിന്നെ ഇത് മുസ്ലിമാണ്. എല്ലാം അറിയാന്ന് തികഞ്ഞവനായിട്ട് നീ നടക്കല്ലേ, അഹന്ത വെച്ച് നടക്കല്ലേ, ഇതൊക്കെ പഠിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ വലാ തജിദ ലഹും നസീറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ഇന്നൽ മുനാഫിഖീൻ ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ വലാ തജിദ ലഹും നസീറാ. മുനാഫിഖീങ്ങൾ കപട വിശ്വാസികൾ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അവർക്ക് അല്ലാഹു നൽകുന്ന അഭയകേന്ദ്രം നരകമാണ്. വലാ തജിദ ലഹും നസീറാ. അവർക്കൊരു സഹായം ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവണം. അപ്പൊ നിസ്കാരം കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ റജബിൽ നിന്ന് ശഅബാനിലേക്ക് എത്താൻ. ഇപ്പൊ ഏത് മാസാ? ശഅബാൻ മാസാ. ശഅബാനിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? വറജബുൽ ലിതത്ഹീരിൽ ബദൻ വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ്. ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഹൃദയത്തെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇന്ന ഫിൽ ജസദി മുളാതാ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് സഹാബ. ആ മാംസം കഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നാവുകയാണ്. ആ മാംസപിണ്ഡമെങ്ങാനും മോശമായാൽ ശരീരമാസകലം മോശമാകുമേ. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ പ്രേരിതമാകുന്ന അവയവമാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ അറിയണേ സഹാബ, അറിയണേ, വഹിയൽ ഖൽബു, അത് ഹൃദയമാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടായാൽ ശരീരം മുഴുവനും കേടായി. ഏതാണത്? ഹൃദയമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് ശഅബാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായി നിലകൊള്ളുമ്പോൾ മദീന പള്ളിയുടെ അകത്തളത്തിൽ സ്വഹാബത്തിനോട് ഇൽമിന്റെ ചർച്ചയിലായി നബി തങ്ങൾ നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ യത്ലു അലൈക്കും അൽആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ആ കാണുന്നതായ വാതിലിലൂടെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനിതാ ഇപ്പോൾ കടന്നു വരും സ്വഹാബ. അദ്ദേഹം തീർച്ചയായും സ്വർഗ്ഗാവകാശിയാണെന്ന് നബിയുനാ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും ചുറ്റും നോക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞ ആ വാതിലിലേക്ക് മുഴുവനും ഞങ്ങൾ നോക്കിയിരിക്കുമ്പോ ഫത്വലഅ റജുലുൻ മിനൽ അൻസാർ, മദീനക്കാരനായ ഒരു പാവപ്പെട്ടനാകുന്ന അൻസാരിയായ സ്വഹാബി വര്യൻ അദ്ദേഹം ഇതാ മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതാ ഒരു ജോഡി ചെരുപ്പ് കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ താടിയിലൂടെ ഒതുവെടുത്തതിന്റെ വെള്ളം ഇതാ നെഞ്ചിലേക്ക് ഇറ്റി വീഴുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ വന്നുകൊണ്ട് നബി തങ്ങളുടെ ചാരത്ത് വന്നിരുന്ന് അറിവ് കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ആ സദസ് അങ്ങനെ പിരിഞ്ഞു. പിറ്റേ ദിവസം അതേ സമയം എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബ യത്ലു അലൈക്കും അൽആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശിയായ ഒരു മനുഷ്യൻ ഇതാ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരും സഹാബ. ആ കാണുന്ന വാതിലിലൂടെ കടന്നു വരുമേ സഹാബ, അദ്ദേഹം തീർച്ചയായും സ്വർഗ്ഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും കൂടി നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന വാതിലിലേക്ക് നോക്കുമ്പോ ഇന്നലെ കണ്ടതാകുന്ന അതേ സ്വഹാബി വരെ അതേ രീതിയിലും കോലത്തിലുമായി കടന്നു വരുകയാണ്. ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഒതുവെടുത്തതിന്റെ കാരണത്താൽ താടിരോമങ്ങൾ മുഴുവനും നനഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെള്ളം ഇറ്റിയിട്ട് വീഴുന്നുണ്ട്. ഔറത്ത് മാത്രം മറക്കാനുള്ള തുണി മാത്രമാണുള്ളത്. ദാരിദ്ര്യരേഖയിൽ കഴിയുന്നതാകുന്ന പാവപ്പെട്ട സ്വഹാബി വര്യനാണ്, മദീന നിവാസിയാണ്, നബി തങ്ങളുടെ ചാരത്തിൽ നിന്നുകൊണ്ട് ഇൽമു നുകരുന്നതായ സ്വഹാബിയാണ്. അത് അദ്ദേഹം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ മദീന പള്ളിയുടെ അകത്തളത്തിൽ ഇൽമു നുകർന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പോയിക്കൊള്ളാൻ പറയുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ആ കാണുന്ന വഴിയിലൂടെ സ്വർഗ്ഗാവകാശിയായ ഒരു മനുഷ്യൻ ഇതാ കടന്നു വരും സ്വഹാബ. സ്വഹാബത്ത് മുഴുവനും നോക്കുകയാണ്. അന്നും കടന്നു വന്നത് കഴിഞ്ഞ 2 ദിവസം ഏത് സ്വഹാബിയാണ് വന്നത്? അദ്ദേഹം ഇതാ മൂന്നാമത്തെ ദിവസം അതേ വാതിലിലൂടെ അതേ രൂപത്തിലും പാപത്തിലും കോലത്തിലുമായി വരുകയാണ്. സദസ്സ് പിരിഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് സ്വഹാബത്തെല്ലാം പോകുമ്പോ ഈ അൻസാരിയായ സ്വഹാബിയുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബി വരെ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ വരികയാണ്, വിരോധമുണ്ടോ? ഞാൻ നിന്റെ കൂടെ വരിക. കാരണം വീട്ടിൽ വാപ്പായിട്ട് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. വാപ്പായിട്ട് ചെറിയ പണക്കം. അപ്പൊ വാപ്പായിട്ട് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞു 3 ദിവസത്തേക്ക് ഞാൻ വരൂല എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ വരൂല എന്ന് സത്യം ചെയ്തിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വരാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അപ്പൊ വീട്ടിൽ റാഹത്തായിട്ട് നമുക്ക് കൂടാം. എന്തിനാ പോകുന്നതിന് ഉദ്ദേശം മറ്റൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ കൂടെ 3 ദിവസം താമസിക്കുമ്പോ ഇദ്ദേഹം ചെയ്യുന്ന അമൽ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതിലൂടെ സ്വർഗം പുൽകണം. അതാ നിയ്യത്ത്. ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇയാളെ കുറിച്ച് ആര് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗാവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. 3 വട്ടം നബി തങ്ങൾ പറഞ്ഞു അവൻ സ്വർഗത്തിൽ, ആ കാണുന്ന ആ വിടുന്ന വ്യക്തി സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞു. 3 വട്ടവും ഒരാൾ തന്നെ വന്നത്. എന്നാ പിന്നെ എന്താ അയാളുടെ കൂടെ കൂടുതൽ തന്നെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദം വാങ്ങി, ഈ സ്വഹാബിയുടെ അനുവാദം വാങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിൽ പോയി 3 ദിവസം താമസിച്ചു. 3 ദിവസം താമസിച്ചു. മാഷാ അല്ലാഹ്. താമസമൊക്കെ കഴിഞ്ഞ് 3-ാം പൊക്കം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വളരെ വിഷമത്തോടുകൂടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ അടുക്കൽ വന്നത് വാപ്പായിട്ട് പണക്കൊന്നുമില്ല, ഞാനത് വെറുതെ പറഞ്ഞ. പിന്നെന്തിനാ ഈ 3 ദിവസം വന്ന് താമസിച്ച്? നിങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം പറഞ്ഞു, അടുപ്പിച്ച് പറഞ്ഞു, ആ വാതിലൂടെ കടന്നു വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും 3 വട്ടം വന്നത് നീയാ. അപ്പൊ നിന്നിൽ എന്തോ ഉണ്ട്, രഹസ്യമായ അമലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ ഞാൻ വന്നത്. കാരണം പകല് മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ദർസിലുണ്ട്, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നീ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. രാത്രിയിൽ എന്തോ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നീ സ്വർഗത്തിൽ പോകാൻ കാരണം. അപ്പൊ നിന്റെ കൂടെ തന്നെ വരാന്ന് കരുതിയിട്ട് ഞാൻ രാത്രി നിന്റെ കൂടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ചാ ഉറങ്ങല്. ഞാൻ കൂടുതൽ രാത്രി നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നീ അത്ര പോലും നിസ്കരിക്കുന്ന ഞാൻ കാണുന്നില്ല. നിനക്കാ കൂടുതൽ നിസ്കരിക്കുകയും ഖുർആൻ ഓത്തുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത്. നിനക്കെന്തോ കുറവുള്ളതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നബി പറയുന്നു നീ സ്വർഗത്തിലാണെന്ന്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണ് വിലപ്പെട്ടതാകുന്ന അമൽ ഒന്ന് പറഞ്ഞു തരുമോ? എന്തെങ്കിലും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ കാണാതെ എവിടെയെങ്കിലും ഒളിച്ചും പാത്തും ചെയ്യുന്നുണ്ടോ? ഒന്നും കണ്ടില്ല, ഇനി വല്ലതും ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ റഅയ്ത, തങ്ങൾ കണ്ടതല്ലാതെ, നിങ്ങൾ ഈ കണ്ടതല്ലാതെ ഒന്നുമില്ല. നിങ്ങളിപ്പോ കണ്ടില്ലേ, ഇതല്ലാതെ ഒരു അമലും എന്റെ കയ്യിൽ കൂടുതലില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വലിയ വിഷമമായി. റഫീഖെ, ഭയങ്കര വിഷമത്തോടുകൂടി അങ്ങനെ നടക്കുക. കാരണം ആകെ സങ്കടമായി പോയി. കാരണം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് വന്നത്. 3 ദിവസം താമസിച്ചിട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ തിരിച്ചങ്ങനെ പോയി.
പോകുമ്പോ ഇയാള് പറഞ്ഞു വന്നേ ഒരു സംഗതിയുണ്ട്. എന്താ? ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, മുസ്ലിമീങ്ങളാകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നറിഞ്ഞാൽ, അനുഗ്രഹം കിട്ടിയെന്നറിഞ്ഞാൽ, നല്ല വീട്, നല്ല വാഹനം, നല്ല പാർപ്പിട സൗകര്യങ്ങൾ അല്ലാഹു നൽകിയെന്നറിഞ്ഞാൽ, സമ്പത്തിൽ അഭിവൃദ്ധി ഒരു മനുഷ്യന് കിട്ടിയെന്നറിഞ്ഞാൽ, ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈര്യമില്ല, അസൂയയില്ല, പകയില്ല, ആ രീതിയിൽ എന്റെ മനസ്സ് പോകാറുണ്ട്. ആ രീതിയിൽ എനിക്ക് അവരോട് ഇഷ്ടം കൂടാറുണ്ട്. ഒരാളോടും എനിക്ക് വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ മുസ്ലിമീങ്ങളിൽ ഒരാളോടും എനിക്കില്ല. അതാകെ എന്റെ മനസ്സിലുള്ളത്. അല്ലാതെ അമല് നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇത് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് സ്വർഗത്തിനാണെന്ന് പറയാൻ കാരണം. വേറൊന്നുമല്ല, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഹദീസ് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എടാ, മുസ്ലിമീങ്ങളായ ആളുകൾ അയൽവക്കത്തൊരുത്ത നല്ലൊരു വീട് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചു. അവൻ വന്നിട്ട് നമ്മളോട് പറയാ, ഹാജിയാരെ നമ്മളൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 5 സെന്റ് വാങ്ങിച്ചോ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. കൈ കുലുക്കിയിട്ട് മനസ്സുകൊണ്ട് കുലുക്കിക്കൊണ്ടിരിക്കുക. ഹലാക്ക് അവനെ നശിച്ചു മോനെ റഹ്മാനെ, അവൻ ഇതോടുകൂടി തീരണേ റഹ്മാനെ. നെഞ്ചു കുരുങ്ങിയാട്ടാ കൈ കൊടുക്കുന്നത്. അവൻ ഇതോടുകൂടി തീരണേ റഹ്മാനെ എന്ന മനസ്സ് പോകും. പിന്നെങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അടുത്ത് കാര്യമായിട്ട് കൊണ്ടുവന്നതാ, ദുആ ചെയ്ത് തരുമെന്ന് പറയുന്നതാ കൊണ്ടുവന്നത്. ഞാനൊരു കാറ് വാങ്ങിച്ചു എന്നും പറഞ്ഞാ വന്നത്. അപ്പോഴേ നമ്മുടെ മനസ്സ് അവിടെ ആ കാറ് പോയി ഇടിച്ച് അവനെ എവിടെയെങ്കിലും പോയി മയ്യത്തായ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് മുസ്ലിമീങ്ങൾക്ക് വന്നിയ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് മുസ്ലിമീങ്ങളായ ഒരാളോടും ഒരു വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ ഒരാളോടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സ് സംശുദ്ധമാണെന്ന് ആ സ്വഹാബി പറയാ. അത് കാരണം കൊണ്ടാണ് 3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, എന്ത്? അയാൾ സ്വർഗത്തിലാണ്, അയാൾ കടന്നു വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. കഴിയുമോ നമുക്ക് സഹോദരങ്ങളെ? നമുക്ക് പറ്റണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലൂടെ നീ നേടിയെടുക്കേണ്ടത് ഹൃദയത്തിൻ്റെതാകുന്ന ശുദ്ധീകരണമാണ്. വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് ശഅബാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാളോടും വെറുപ്പ് വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട, ഒരാളോട് അസൂയ വേണ്ട, ഒരാളോടും പക വേണ്ട. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, വൈര്യമില്ലാത്ത, പരസ്പര സ്നേഹ സൗഹാർദ്ദവുമായി കഴിയുന്ന ഒരു മനസ്സുണ്ടോ? അത് മുസ്ലിമീങ്ങളോടായാൽ പോലും ഒരാളോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയുമോ? നിനക്ക് രക്ഷയാണ്, രക്ഷയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇയ്യാകും വൽ ഹസദ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, അസൂയയെ സൂക്ഷിക്കണേ. فإن الحسد يأكل الحسنات كما تأكل النار الحطب. തീ വിറകിനെ തിന്നുന്നത് പോലെ നിങ്ങളുടെ നന്മകളെ ഇല്ലാതാക്കി കളയുന്നതാണ് ഈ അസൂയ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ കുറെ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഇതൊക്കെ നാളെ മഹ്ശറ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവൂല. കാരണം എന്താ? നമ്മൾ ദുനിയാവിൽ അസൂയയും പകയും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടക്കാൻ ഒരിക്കലും നന്നാവൂല. അതുകൊണ്ട് റമദാനിനെ വരവേൽക്കണമെങ്കിൽ ഒന്നാമതായി റജബിലൂടെ തന്നെ നിസ്കാരത്തെ ശ്രദ്ധിച്ചവനാകണം. രണ്ടാമത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ശഅബാൻ മാസത്തിലൂടെ ഹൃദയത്തെ നന്നാക്കണം. ആ ഹൃദയത്തെ നന്നാക്ക ഒരു അമല് പറഞ്ഞു തരട്ടെ. ചെയ്യോ? ഉറക്കെ പറയും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. മുസാബ, ഹൃദയത്തിന് ക്ലാവ് പിടിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇരുമ്പുകൾക്ക് തുരുമ്പ് വരുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ വരും. ഹദീസാണ്. ഖീല വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ഹൃദയത്തെ നന്നാക്കാൻ, അതിനെ ഒന്ന് തെളിച്ചെടുക്കാൻ എന്ത് ചെയ്യണം റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 കാര്യങ്ങൾ കൊണ്ട് പറ്റുമേ. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. സ്വന്തമായി ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത വേണേ എങ്കിൽ ഹൃദയം നന്നാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനിന്റെ പാരായണം കൊണ്ട് ഹൃദയം നന്നാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹുമാരെ ഹൃദയം പൊളിച്ചു നോക്കണം, എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കണ്ടോ, അവര് തന്നെ പറഞ്ഞു ഓക്കെ ആണ്. ഇനി എന്തോ വേണം? അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം എന്താ, ഖുർആൻ എപ്പോഴും കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഓതിയാൽ ഹൃദയം തെളിയും. ആരാ ഇത് പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ എത്ര പേര് ഖുർആൻ ഖത്മു തീർത്തു സഹോദരങ്ങളെ? കഴിഞ്ഞ ഈ ഒരു കൊല്ലം കൊണ്ട് ഖത്മു തീർത്ത ആളുകൾ എത്ര പേർ, എത്ര ഖത്മു തീർത്തു? 30, 40, 50, 60 വയസ്സൊക്കെ ആയി. നമ്മുടെ ആയുസിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും ഖത്മു തീർത്ത ആളുകൾ ഈ മജ്‌ലിസിലുണ്ടോ? ഖുർആൻ കൈകൊണ്ട് തൊടുന്നവരുണ്ടോ? മുസ്ലിമാന്ന് പറയാൻ ലജ്ജയില്ലേ സഹോദരങ്ങളെ? മുസ്ലിമാന്ന് വെറുതെ പേരിനെ പറഞ്ഞു കിടക്കുന്നു. ഖുർആൻ കൈകൊണ്ട് തൊടുന്ന പോലും ഇല്ല, പിന്നെന്ത് മുസ്ലിമാണ്? ഖുർആൻ എടുക്കുന്ന പോലും ഇല്ല. നമ്മുടെ ചെറുപ്പക്കാർ എത്ര പേര് എടുക്കുന്നുണ്ട്? റമദാൻ 27 ഖത്തീബ് പറയും ഒന്ന് എടുക്കടേ എന്ന് പറയുമ്പോൾ മാത്രം ഒന്ന് എടുക്കണം. അത് തന്നെ ചിലപ്പോൾ മൊബൈലിനകത്ത് ആപ്പ് ഉണ്ടെങ്കിൽ അത് അവന്റെ ഏറ്റവും വലിയ ആപ്പായി മാറിയിരിക്കണം. ഇത് നാളെ ആഖിറത്തിൽ അവൻ ആപ്പായി മാറും. അല്ലാഹു ആക്കട്ടെ. ആ മൊബൈലിനകത്ത് നോക്കിയിട്ടേ അവൻ എടുക്കുള്ളൂ. ഖുർആൻ കൈകൊണ്ട് എടുക്കാൻ അപ്പോഴും മടിയും. ഖുർആൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന സഹോദരങ്ങൾ ഇന്ന് നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് തൊട്ടിട്ടില്ല. ഇഖ്ലാസോടുകൂടി ഇന്ന് വരെ ഓതാൻ വേണ്ടി എടുക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമുക്കതുമായിട്ടൊരു ബന്ധം വേണ്ടേ സഹോദരങ്ങൾ? നമ്മൾ മുസ്ലിമല്ലേ? നമ്മുടെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടിയാണ്. ഡെയിലി എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ്. എല്ലാ ദിവസവും ഓതണം. ഖുർആൻ കൈകൊണ്ട് എടുക്കുക, ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അതൊക്കെ വലിയ പുണ്യമാണ്. ഒന്നുകൂടി കിബിലക്കഭിമുഖമായിരുന്നിട്ട് ഒരു 10 ആയത്തെങ്കിലും ഡെയിലി ഒന്ന് ഓതി നോക്കിക്കുക, ഉറപ്പായിട്ടും ഹൃദയം തെളിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേജെങ്കിലും ഓതുന്ന ഒരു ശീലം നമുക്ക് വേണം. ഒരൊറ്റ പേജ് എന്തായാലും ഒന്നു എടുത്തിട്ടേ ഉറങ്ങാവുള്ളൂ. കാരണം മരണമാണ് ഉറക്കം. സയ്യിദുനാ റസൂലുള്ളാഹി ഖുർആൻ പറഞ്ഞല്ലേ, അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. ഉറങ്ങാൻ കിടക്കുന്നവന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്ന റൂഹിനെ. എന്നിട്ട് അള്ളാഹു ഉറക്കിൽ എഴുന്നേക്കൂലെ? ഭാര്യയൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ അല്ലെ ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേക്കൂലെ? അപ്പൊ റൂഹിനെ തിരിച്ചങ്ങോട്ട് തരുന്നതാണ്. അത് പിടിച്ചു വെച്ചാൽ തീർന്ന്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ആരെങ്കിലും ഉറക്കിൽ തന്നെ മരണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത്ത്, അവന്റെ റൂഹിനെ പിടിച്ചു വെക്കാൻ പറയും, പിന്നെ തിരിച്ചുവിടൂല. അതാണ് രാത്രി സൈലന്റ് അറ്റാക്ക്. ഭാര്യ വന്ന് വിളിക്കുക, എഴുന്നേക്കുന്നില്ല, തലേന്ന് എഴുത്താണിയിലെ ബിരിയാണിയൊക്കെ അടിച്ച് കിടന്നേന്, രാവിലെ റാഹത്ത്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. എല്ലാം പോയി. അള്ളാഹു നമുക്ക് സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലായിക്കോ സഹോദരങ്ങളെ? അതാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. ഇനി ഉറങ്ങില്ലല്ലോ, ഉറക്കം പോയല്ലോ. കാരണം ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറഞ്ഞാൽ മരണമാണ്. ആ റൂഹ് കൊണ്ടുപോവാൻ തിരിച്ചിട്ട് നന്നെങ്കിൽ മാത്രമേ എഴുന്നേക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ഇനിയിപ്പോൾ ആരും സഹസിയിരുന്ന് ഉറങ്ങൂല, എല്ലാവരും ഇനി റാഹത്തായിട്ടിരിക്കും. മരണമെന്നറിയുമ്പോൾ അതൊരു പേടിയാണല്ലോ. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. അപ്പൊ ഈ ഉറക്കിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം നല്ലതുപോലെ ഖുർആൻ ഒന്ന് ഓതിയിട്ട് ഒന്ന് ഉറങ്ങിയ എത്ര റാഹത്താ. ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന ശീലം നമുക്ക് ഡെയിലി വരണം. എന്നാ എന്തിനാ ഉസ്താദ് ഇപ്പത് പറയുന്നത്? ഇപ്പോഴാ ഓതേണ്ടത്. മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വകാനൽ മുസ്ലിമൂൻ, സ്വഹാബത്തിന്റെ പതിവിൽപ്പെട്ടതായിരുന്നു, ഇൻകബ്ബു അലൽ മസാഹിഫി ഇദാ ദഖല ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീഴുന്നവരാണ്. അയ്യൻകബൂന അയ്യഖറഊനൽ ഖുർആന മറാത്തിൻ ബഅദ മറാത്ത്, പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് വീണ്ടും ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമലല്ലേ, അതവർ ജീവിതത്തിൽ ചെയ്തു വെക്കുമായിരുന്നു എന്ന് ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ ശൈലിയാർ. ശഅബാൻ വന്നാൽ മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീഴും എന്ന് പറഞ്ഞാൽ മുസ്ഹഫിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നല്ല, മറിച്ച് എന്താ, യഖറഊനൽ ഖുർആന ബഅദ മറാത്തിൻ ബഅദ മറാത്ത്, ആവർത്തിച്ച് ശഅബാൻ മാസത്തിൽ ഖുർആൻ ഖത്മു തീർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്, ലൈലത്തുൽ ഖദ്റിലാണ് അവതീർണമായത്. ആയിക്കോട്ടെ, അതുകൊണ്ട് അപ്പോഴേ എടുക്കാൻ പാടുള്ളൂന്നുണ്ടോ? റമദാൻ വരട്ടെ ഖുർആൻ എടുക്കുക, അങ്ങനെയല്ല. നേരത്തെ ഖുർആനുമായി പരിചയപ്പെടും.
അപ്പൊ ഹൃദയം തെളിയാൻ ഖുർആനോത്ത് വേണം. ഹൃദയത്തെ നന്നാക്കാൻ എന്താണ് മരുന്ന്? എന്താ മരുന്ന്? ഖുർആനോത്ത്. അതെപ്പോഴേ തുടങ്ങണം? ശഅബാൻ മാസത്തിൽ തുടങ്ങണം. ശഅബാൻ മാസത്തെ കുറിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത്? വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദയത്തെ എങ്ങനെ നന്നാക്കാം? ഖുർആൻ ഓതി നന്നാക്കാം. അപ്പൊ ഹൃദയം തെളിയും. റജബോ ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ്. എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കേണ്ടത്? ഭക്ഷണം കഴിച്ചിട്ടല്ല, അത് വേണ്ട എന്നല്ല, അത് വേണം, ആവശ്യത്തിന് ഇബാദത്തിന് വേണ്ടത്. മറിച്ച് നിസ്കാരം എന്ന് പറയുന്ന ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും അതിപ്രധാനമാകുന്ന നമസ്കാരത്തെ റജബ് മുതൽക്കേ ശ്രദ്ധിക്കണം. കാരണം നിസ്കാരത്തിന്റെ വാർഷികമാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ്. മിഅ്റാജിന്റെ രാവിലാണ് ആ നിസ്കാരം നമ്മുടെ കയ്യിലേക്ക് നൽകിയത്. അവിടെ മുതൽ നിസ്കാരം തുടങ്ങി ഹൃദയത്തെ നന്നാക്കിയിട്ട് വേണം റമദാനിലേക്ക് നമ്മൾ എത്താൻ. അപ്പൊ റമദാനിലെ നോമ്പ് നമുക്ക് നല്ല രീതിയിൽ പിടിച്ചാൽ ആത്മാവിനെ നന്നാക്കലായി. റമദാനുൽ തത്ഹീരിർ റൂഹ്, ആത്മാവിനെ ശുദ്ധീകരണം നടത്തലായി. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ രീതിയിൽ റമദാനിനെ വരവേൽക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഖുർആനുമായിട്ടുള്ള ബന്ധം വേണം, അല്ലാഹുമായിട്ടുള്ള ബന്ധം വേണം. ഇന്ന് ബന്ധമില്ലാത്ത ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം മാതാവിനെ അറുകുല നടത്തുക, കൊടുവാള് കൊണ്ട് വെട്ടി വെട്ടി നുറുക്കി നുറുക്കി പരിക്കേൽപ്പിക്കുക, എന്നിട്ടാ ഉമ്മയെ കൊന്നുകളയുക. എന്തിനാ മോനെ ഈ നീചവൃത്തി നീ ചെയ്തത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജന്മം നൽകിയതിനാൽ. ജന്മം നൽകിയതിനൊരു മാതാവിനെ വെട്ടി കൊലപ്പെടുത്താൻ ഒരു മകൻ, മുസ്ലിമായ ഒരു മകൻ. ആലോചിച്ചു എവിടേക്കാണ് രോഗമെത്തുന്നത്? കാരണം ലഹരിയുടെ ലോകത്താണ്. MDMA-യും LSD-യും ഒക്കെ നമ്മുടെ തലമുറ വല്ലാതെ ഉപയോഗിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 2 വർഷം എക്സൈസ് ഉദ്യോഗസ്ഥർ അവരെ ലഹരി മുക്ത ജീവിതം നയിക്കുന്നതിന് വേണ്ടി ആളുകൾ അവരിലേക്ക് 12,436 ആളുകൾ, ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ആളുകൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് ഡി-അഡിക്ഷൻ സെന്ററിലൂടെ ലഹരി മുക്ത ജീവിതം നയിക്കുന്നതിന് വേണ്ടി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുണ്ടായി. അതിൽ 10,000-ൽ ചില്ലറ ആളുകൾ സിന്തറ്റിക് ലഹരി അഥവാ രാസലഹരി MDMA-യും LSD-യും അടക്കം ഉപയോഗിക്കുന്നതാകുന്ന കുട്ടികളായിരുന്നു എന്നാണ് അവർ തന്നെ ലോകത്തോട്, എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്നവർ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗം ഏതാ? സിന്തറ്റിക് ലഹരികളാണ്. MDMA LSD പോലെ ഉപയോഗിക്കുന്ന ആളുകളാണ്. എത്ര പേർക്ക് രോഗശമനം ഉണ്ടായി, എത്ര പേര് ഈ ലഹരിയിൽ നിന്ന് മുക്തമായി എന്നുള്ള കണക്ക് സർക്കാർ തന്നിട്ടില്ല. സർക്കാർ പറയുന്നു ഇതിനുവേണ്ടി ചെലവഴിച്ച തുക 56.36 കോടി രൂപയാണ് അവർക്ക് ചെലവായത്, ഗവൺമെന്റിന് ചെലവായ തുക. ആലോചിച്ച് നോക്ക്, 2 കൊല്ലം കൊണ്ട് ഗവൺമെന്റിന് ചെലവായ തുകയാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടേക്കാണ് നമ്മുടെ ലോകമെത്തുന്നത്? അത്രയേറെ ലഹരിയുടെ ഉപയോഗം കൂടി വരികയാണ്. വലിയ വലിയ വിദ്യാഭ്യാസം നുണയുന്നതാകുന്ന ആളുകൾക്കിടയിൽ, അറിവിന്റെ ആഴം തീണ്ടിയവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാകുന്ന ആളുകൾക്കിടയിൽ പോലും ലഹരിയുടെ ഉപയോഗം കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നന്നാക്കാൻ തീർച്ചയായും ഖുർആൻ കൊണ്ട് ഹേതുവാകും. നമ്മുടെ മക്കളെ നന്നാക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട ദീനീ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ ചേർക്കുകയും ബന്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും സാധ്യമാവും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ സഹായികളായി വർത്തിക്കൽ ദുനിയാവും ആഖിറവും വിജയിക്കും. നിസ്കാരമുള്ള മക്കളായി മക്കൾ മാറും. നിസ്കാരം ഉണ്ടായാൽ തന്നെ നേട്ടം എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതയിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും പരിപൂർണമായി തടയിടാൻ നിസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ് പറഞ്ഞത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതയിൽ നിന്നും വിരോധിക്കപ്പെട്ട സർവ്വ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിസ്കാരം വേണമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ 5 വഖത്ത് ജമാഅത്ത് പുരുഷന്മാർ അവ്വൽ വഖത്തിൽ നമസ്കരിക്കട്ടെ. നമ്മുടെ ഉമ്മമാര് മക്കളുമായി ചേർന്നുകൊണ്ട് പെൺമക്കളുമായി ചേർന്ന് അവ്വൽ വഖത്തിൽ വീടിനകത്തിറങ്ങി നമസ്കാരം നിർവഹിക്കട്ടെ. ഖുർആൻ ഓതുകൊണ്ട് നമ്മുടെ വീടുകൾ ആത്മീയമായി മുഖരിതമാകട്ടെ. തീർച്ചയായും ദുനിയാവും ആഖിറവും വിജയിക്കാൻ അത് കാരണമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹ് 7 കുട്ടികൾക്ക് സനദ് നൽകപ്പെടാൻ നമ്മുടെ ഈ സ്ഥാപനം 8 കുട്ടികൾ, എന്നിട്ട് ഒരാളെ കാണുന്നില്ലല്ലോ. മോളാണ്, ഉസ്താദിന്റെ മോളാണ്. അവ 8 പേരാണ്, 7 ആൺകുട്ടികളും അവർ നമ്മുടെ സുഹൈൽ ഉസ്താദിന്റെ ഒരു മകളും. മാഷാ അല്ലാഹ്, മൊത്തം 8 പേർക്കാണ് ഇന്ന് അൽഹംദുലില്ലാഹ് സനദ് കൊടുക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 10 വർഷമായി നമ്മുടെ ഈ സ്ഥാപനം ഈ നാടിനെ തിലകച്ചാർത്തായി ആത്മീയമാകുന്ന ഉയർച്ചയായി നിലകൊള്ളുന്ന അല്ലാഹു ഈ സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ.
അള്ളാഹു എത്തിക്കുമാറാവട്ടെ. ഇതിനെ സഹായിക്കുന്നവരെ അള്ളാഹു നീ സഹായിക്കണേ റഹ്മാനെ. ഒരുപാട് വിഷമങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളാണ്, ദിവസങ്ങളും വർഷങ്ങളുമാണ് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ. ഇതിനുവേണ്ടി ഊടും പാവം നൽകി ഈ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിന് സഹായിച്ചവർ, ഇന്നും ഈ കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വലിയ പരിശ്രമം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, നാട്ടിലുള്ളവർ, പ്രവാസികൾ, എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. സന്തോഷകരമാകുന്ന ഒരു ജീവിതം എല്ലാവർക്കും അള്ളാഹു സംജാതമാക്കുമാറാവട്ടെ. ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ നടക്കണം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വാർഷികം, ഒരു സനത്, 2ാം സനദാനമാണ് നമ്മൾ നടത്തുന്നത്. 8 കുട്ടികൾ അൽഹംദുലില്ലാഹ് ഇന്നിവിടെ ഹാഫിളീങ്ങളായി ഇറങ്ങാൻ. ആലോചിച്ച് നോക്കൽ, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് ഖുർആൻ മുഴുവനും എവിടെ ചോദിച്ചാലും യാതൊരു തെറ്റുമില്ലാതെ വൃത്തിയായി ഓതാൻ സാധിക്കുന്ന 8 മക്കൾ അൽഹംദുലില്ലാഹ് ഈ സമുദായത്തിന് നേതൃത്വം വഹിക്കത്തക്ക വിധയിൽ അൽഹംദുലില്ലാഹ് ദീനിന്റെ കാവൽ ഭടന്മാരായി നിലയിൽ ഇറങ്ങാൻ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് അൽഹംദുലില്ലാഹ് എത്ര സൂറത്തറിയാം സഹോദരങ്ങളെ ചിന്തിക്കും. പരിശുദ്ധ ഖുർആനിൽ 114 സൂക്തങ്ങളിൽ എത്ര സൂക്തങ്ങൾ നമ്മുടെ മക്കൾക്കറിയാം, എത്ര ആയത്തുകൾ പഠിച്ചിട്ടുണ്ട്, ഖുർആനുമായിട്ട് എന്ത് ബന്ധം നമ്മുടെ മക്കളുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് 5 മക്കളുണ്ട്, 6 മക്കളുണ്ട്, 7 മക്കളുണ്ട്, അല്ലെങ്കിൽ 3 പേരുണ്ട്. ഒരാളെങ്കിലും ഹാഫിളാക്കണ്ടേ, ഒരാളെങ്കിലും ആലിമാക്കണ്ടേ. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ദുനിയാവിന്റെ എല്ലാ അതിപ്രസരങ്ങളും നിലകൊള്ളുന്ന മൂല്യച്യുതിയുടെ കാലഘട്ടം, വ്യഭിചാരം അധികരിച്ച കാലഘട്ടം, മാതാപിതാക്കൾ അവഗണിക്കുന്ന കാലഘട്ടം. തിരുവനന്തപുരത്ത് കണ്ടില്ലേ, വർക്കലയിൽ സ്വന്തം മാതാവിനെ ഉമ്മയും പടിയടച്ച പെണ്ണും വെച്ചു മക്കൾ. അവസാനം സബ് കളക്ടർ ഇടപെട്ടിട്ടാണ് വീടിന്റെ താക്കോല് വാങ്ങിച്ച് ആ തള്ളയെ വീണ്ടും വാപ്പായും ഉമ്മയും അച്ഛനെ അമ്മയും വീട്ടിനുള്ളിൽ കയറ്റിയത്. വായിച്ചില്ലേ പത്രത്തിലൂടെ, കണ്ടവരല്ലേ സോഷ്യൽ മീഡിയയിലൂടെ. ഇത് പരസ്യമായി നടക്കുന്ന ഒരു സംഭവം, ഇതൊന്നുമല്ല. എത്രയോ രഹസ്യമായി, എത്രയോ വീടുമുറ്റങ്ങളിൽ, നമ്മുടെയൊക്കെ അയൽപക്കങ്ങളിലും ബന്ധുക്കളിലും ഒക്കെ ഈ വിഷയങ്ങൾ നടക്കാൻ. അപ്പായുമായി നോക്കാൻ പറ്റാത്തതാകുന്ന മക്കൾ, എത്രയോ മക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ സാലിഹീങ്ങളിൽ ചേരാൻ തൗഫീഖ് നസീബാക്കട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് തിലകച്ചാർത്തായിട്ട് നിലകൊള്ളുന്നതാകുന്ന ഈ മഹനീയമാകുന്ന സ്ഥാപനത്തിന് എല്ലാവിധ സഹായങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇന്ന് ഈ പരിപാടി നടത്തുന്നതിലേക്ക് നമുക്ക് 1 ലക്ഷം രൂപ മുകളിൽ ചെലവുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹായിക്കുകയും വേണം. ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഞാനൊരു 3000 കൊടുക്കാം എന്ന് പറയുന്നതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാർ എത്ര പേരുണ്ട്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളൊന്ന് പോയ മുത്തലിങ്ങൾ 2 പേര് പോയി, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചെല്ലും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെയും പുരുഷന്മാരുടെ ഭാഗത്തും ഒന്ന് ഇൻഷാ അല്ലാഹ് പറയുന്ന ആളുകൾ വലിയ തുകയൊന്നുമല്ല, 10,000 25,000 അല്ലെങ്കിൽ 5,000 ഒന്നും ചോദിക്കുന്നില്ല. ചെറിയ തുക ചോദിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഭാഗമാക്കാനാണ്. 3000 വെച്ച് കഴിയുന്നതാകുന്ന സഹോദരങ്ങൾ, സഹോദരിമാരാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരാൾ ഇൻഷാ അല്ലാഹ് തുടങ്ങിയാൽ മതി. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഉസ്താദേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഹാഫിളീങ്ങളായ മക്കൾ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന ഈ മജ്ലിസിൽ ഇഖ്ലാസോടുകൂടി ഖുർആനിന്റേതാകുന്ന ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നാളെയുടേതാകുന്ന പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഇതിലൂടെ നേട്ടം കിട്ടണമെന്ന് കരുതി മാരകമാകുന്ന രോഗങ്ങളെ തൊട്ട് തടയിടാൻ, ഭൗതികമാകുന്ന ലോകത്തും ആത്മീയ ലോകത്തും ഉന്നതി കൈവരിക്കാൻ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ആരാ ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.